ഈ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷന്റെ നിലപാട് എന്താണോ? കാരണം താങ്കൾ ആണല്ലോ അതിന്റെ മേധാവിയായിരിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രി എന്നതിൽ. പക്ഷേ അസോസിയേഷന്റെ നിലപാട് എന്താണ്? അവർക്ക് ഈ ചിത്രം വയ്ക്കുന്നതിലും വിളക്ക് തെളിയിക്കുന്നതിലും പുഷ്പാർച്ചന നടത്തുന്നതിലും ഒക്കെ അവരൊക്കെ പങ്കെടുത്തല്ലോ. അവരാരും അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇറങ്ങിപ്പോന്നു. ജനറൽ സെക്രട്ടറി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നു. അതല്ലല്ലോ പ്രശ്നം. ഒരു ഭാരതാംബ എന്ന് പറഞ്ഞ ഒരു വനിത അതാണ് അല്ലെങ്കിൽ അതാണ് രാജ്ഭവൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്ന എതിർപ്പിലെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവരൊക്കെ അതിൽ പങ്കെടുത്തു. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഒരു പടത്തിൽ നിലവിളക്ക് കൊളുത്തി പൂവിട്ട് പൂജിച്ച് ഒരു ഔദ്യോഗിക ചടങ്ങ് നടത്തുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് ഭരണഘടനയാണ് രാജ്യത്തിന്റെ ഏറ്റവും പരമമായ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ താങ്കൾ പറയുന്നതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. പക്ഷേ മിനിസ്റ്റർ ഭരണഘടനയെ നമ്മൾ മാനിക്കുന്നതിനൊപ്പം ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് there is no question of doing away with ഭാരതാംബ. അതായത് അവിടെ നിന്ന് ഭാരതാംബയുടെ ചിത്രമെടുത്ത് മാറ്റുന്ന അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല. ദ ഗവർണർ വാസ് പാർട്ടിസിപ്പേറ്റിംഗ് ആസ് എ ചീഫ് ഗസ്റ്റ് ഇൻ ദ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാർ അവാർഡ് സെറിമണി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ദേശസ്നേഹത്തിന്റെ അടിസ്ഥാനമാണ് ഭാരതാംബ എന്നാണ് പറയുന്നത്. ഭാരതാംബയുടെ ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം മാറ്റിവെക്കട്ടെ, ഭാരതാംബ എന്ന സങ്കല്പത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഭാരതാംബ അതായത് നമ്മുടെ രാജ്യത്തെ ഒരു അമ്മയായി കാണുന്ന സങ്കല്പമാണല്ലോ, അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതെല്ലാം ഇതിനു വേണ്ടി പുതുതായിട്ട് നടത്തുന്ന എക്സ്പ്ലനേഷനാണ്. ഭാരതാംബ എന്ന് പറഞ്ഞൊരു വനിത RSSന്റെ കൊടിയും പിടിച്ച് നിൽക്കുന്നു. അങ്ങനെയല്ല, അതിനു മുൻപേ ഭാരതാംബ നാല് കൈകളുള്ള ധാന്യവും വസ്ത്രവും ഒക്കെ സമ്പത്തിന്റെയും ഒക്കെ പ്രതീകമായ ഗ്രന്ഥങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാരതാംബ ചിത്രമുണ്ട്. അത് ബംഗാൾ സംഭവിച്ച കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ, ആ ചരിത്രമൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ആ കാലം മുതൽ തന്നെ ഭാരതാംബ എന്ന ചിത്രമുണ്ട്. ഇവിടെ ഈ കൊടി പിടിച്ചു നിൽക്കുന്ന RSS കാര്യാലയത്തിൽ വെച്ചിരിക്കുന്ന ചിത്രം ഇവിടെ ഇരിക്കുന്നതാണല്ലോ മുഖ്യമന്ത്രി അടക്കം ചൂണ്ടിക്കാട്ടിയ പ്രശ്നം. ഭാരതാംബ എന്ന സങ്കല്പത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് ചോദിച്ചത്. ഭാരതാംബ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാരതാംബ എന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭാരതാംബ എന്ന സങ്കല്പം നമ്മുടെ രാജ്യത്ത് ആദ്യം വരുന്നത് സ്വാതന്ത്ര്യ പൂർവ്വകാലത്താണ്. സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് അന്ന് വരച്ച ചിത്രം, ആ ചിത്രമല്ല ഇപ്പോൾ താങ്കൾ കണ്ട രാജ്ഭവനിലിരിക്കുന്ന ചിത്രം. ആ ചിത്രം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഏകീകരണത്തിനായി, രാജ്യത്തുള്ള നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്ന കാലം മുതൽ തന്നെ അങ്ങനെ ഒരു ഏകീകരണത്തിനായി വന്ന ഒരു പ്രതീകമാണ്. അതിൽ രാജ്യത്തിന്റെ ധനം, ധാന്യം, സമ്പത്ത് എല്ലാത്തിന്റെയും പ്രതീകമായ ഒരു ചിത്രമായാണ് ഭാരതാംബ എന്ന സങ്കല്പം തന്നെ വരുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് 1947 മുമ്പേയുള്ള ചിത്രമാണ്. ആ ചിത്രമല്ല ഇപ്പോൾ അവിടെ ഗവർണർ വിളക്ക് വെച്ചത് എന്നത് മറ്റൊരു കാര്യം. പക്ഷേ അന്നത്തെ ആ ഭാരതാംബ എന്ന സങ്കല്പത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതോ ഏതോ ഒരു സ്ത്രീയാണോ? അതൊന്നും ഇന്ത്യൻ പാർലമെന്റോ രാജ്യസഭയോ ഏതെങ്കിലും നിയമസഭയോ ഒന്നും പാസ്സാക്കിയ ഭാരതാംബയൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ വച്ചിരിക്കുന്നത് ഒരു വനിത കാവ്യക്കോടി പിടിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ ചിഹ്നം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവിടെ വച്ച് പൂജിക്കുന്നത്. അതിനെ മാറ്റില്ലെന്നാണ് ഗവർണർ പറയുന്നത്. അത് മാറ്റില്ല എന്നത് ഗവർണർ വീണ്ടും പറയുകയാണ്. രാജ്ഭവനിൽ ആ ചിത്രം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ രാജ്ഭവനിലെ പരിപാടികളാകെ ഒന്നുകിൽ ബഹിഷ്കരിക്കേണ്ടി വരും. ഗവർണർ മാറ്റണ്ട. RSSന്റെ കൊടിയും RSSന്റെ ചിഹ്നവും വെച്ചുകൊണ്ട് രാജ്ഭവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. അതായത് ജനാധിപത്യത്തിൽ അങ്ങനെയാണ്, ഭരണഘടനയിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് അങ്ങനെ ചെയ്തോട്ടെ. അപ്പോഴത്തോ കാണാം. ഓക്കെ മിനിസ്റ്റർ, എന്തായാലും താങ്കളുടെ പ്രതിഷേധം താങ്കൾ ജനാധിപത്യപരമായ രീതിയിലാണ് പ്രതിഷേധിച്ചത്. താങ്കളുടെ ഇറങ്ങിപ്പോക്കും ആ രീതിയിലാണ്. പക്ഷേ അതിനെ പ്രോട്ടോകോൾ ലംഘനം എന്ന രീതിയിലാണ് ഗവർണർ അവതരിപ്പിക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും സർക്കാരിന്റെ മറുപടി? അല്ല, ഈ ഭരണഘടനയിൽ എവിടെയാണ് കാവിക്കൊടി ഏന്തിയ വനിതയെ പൂജിക്കണമെന്ന് പ്രോട്ടോകോളിൽ പറയുന്നത്? ദേശീയഗാനം അല്ല, ചിത്രവുമായി ബന്ധപ്പെട്ടല്ല. താങ്കൾക്ക് നേരെയുള്ള ആരോപണം പരിപാടി പൂർത്തിയാകുന്നതിന് മുൻപ് ദേശീയഗാനം ആലപിച്ച് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആ വേദി വിട്ടു എന്നതാണ്. അതിനെയാണ് പ്രോട്ടോകോൾ ലംഘനമായി ചിത്രീകരിക്കുന്നത്. ഇല്ല, എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയിൽ ഇരിക്കണമെന്ന് ഗവർണർക്ക് പറയാനുള്ള ഒരു അധികാരമില്ല. ഗവർണർക്ക് അങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത ഒരു പ്രോഗ്രാമിന്, ഞാൻ എതിർക്കുന്ന ഒരു പ്രോഗ്രാമിന്, ഞാൻ വെറുക്കുന്ന ഒരു പ്രോഗ്രാമിന് അവിടെ ഇരിക്കണമെന്ന് പറയാനുള്ള അധികാരം ഗവർണർക്കില്ല. ആ കാര്യം പ്രോട്ടോക്കോളിൽ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. മുഖ്യമന്ത്രിയും ഇന്നലെ ഇതേ കാര്യം തന്നെ വ്യക്തമാക്കിയതുമാണ്. ഇനി ഗവർണർക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു മിനിസ്റ്റർ, താങ്കളുടെ നിലപാട് ആവർത്തിച്ച് ഉറപ്പിച്ചതിന്.